ഇന്ന് മധുരക്കിഴങ്ങ് കൊണ്ടൊരു പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മധുരക്കിഴങ്ങ് കൊണ്ടുവന്നപ്പോൾ ഞാൻ 2 എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 4 കൊണ്ടുവന്ന് 2 എടുത്ത് വെച്ച്. അപ്പം അതിനായിട്ട് ശർക്കരപ്പാനി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മധുരക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി ആവിയിൽ വേവിച്ച് അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് തോല് കളഞ്ഞ് നമുക്ക് ഉടച്ചെടുക്കണം. അപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് 2 ടീസ്പൂണോളം നെയ്യിട്ട് കശുവണ്ടിയും മുന്തിരിയും വറുത്തെടുക്കണം. അത് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഉടച്ചു വെച്ച മധുരക്കിഴങ്ങ് ഇതിലിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിന് തേങ്ങാപ്പാലായിരിക്കും കൂടുതൽ ടേസ്റ്റ്. പക്ഷെ എനിക്ക് തേങ്ങ ചിരകാൻ ഇപ്പോൾ പറ്റാത്തതുകൊണ്ട് ഞാൻ പശുവും പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുന്നവരെ നമുക്ക് ഇത് നെയ്യിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ശർക്കരപ്പാനി ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കുക. നന്നായി വെന്തിട്ടുണ്ട്, നന്നായി പൊടിച്ചിട്ടില്ല എന്നുള്ളൂ. അത് ശർക്കരപ്പാനി കിടന്ന് വെന്ത് നന്നായി പൊടിഞ്ഞോളും. അപ്പോൾ അതിനായിട്ട് ഞാൻ ശർക്കരപ്പാനി ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം പൊടിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ തരി പോലെ ഉണ്ട്. അത് നമുക്ക് കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അത്ര തന്നെ ഞാൻ ചെയ്തുള്ളൂ. എന്നിട്ട് പാലൊഴിച്ച് 1 ലിറ്റർ പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഒഴിച്ചപ്പോൾ ഇത്ര വേണ്ടി വരില്ല എന്ന് തോന്നി. പക്ഷെ കുഴപ്പമില്ല. ഇത് കിഴങ്ങ് വർഗത്തിൽപ്പെട്ടല്ലേ, മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞല്ലേ. അപ്പം അതിങ്ങനെ ഇരിക്കും തോറും ഡ്രൈ ആയി വരുന്നതുകൊണ്ട് അത്രയും പാല് കുഴപ്പമുണ്ടായിരുന്നില്ല. ലേശം ഉപ്പിട്ടിട്ടുണ്ട്, മധുരം ഒന്ന് കറക്റ്റ് ആകാൻ വേണ്ടി. പിന്നെ ഒരുവിധം നമ്മളെ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടിയും വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും ഒക്കെ ഇട്ട് ഇപ്പം നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറ്റുള്ള പായസം പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ.